റസൂൽ പൂക്കുട്ടി സംസാരിക്കുകയാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനും വിസ കിട്ടുമെന്നുള്ള ഒരു കാര്യം നമുക്കറിയുള്ളൂ. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നത് നമുക്ക് ഡിസംബർ 2-ാം തീയതിയാണ്. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുമ്പോൾ നമുക്കറിയുന്നത് ഇന്ന ആളുകളാണ് നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് വരുന്നത്. പല കൺട്രികളിൽ നിന്നുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് തന്നില്ല. ഞാൻ ഏത് കൺട്രിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ വളരെ നമ്മുടെ വിദേശകാര്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ആ ലിസ്റ്റിന് ശേഷമാണ് നമ്മൾ ഇന്ന സിനിമകൾ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ലിസ്റ്റ് 3-ാം തീയതി നമ്മൾ കൊടുത്തു. 2-ാം തീയതി പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നു, 3-ാം തീയതി നമ്മൾ ലിസ്റ്റ് കൊടുത്തു. ആദ്യത്തെ ലോട്ടിൽ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ, 6-ാം തീയതി നമ്മൾ അപ്ലൈ ചെയ്തതിന് 3-ാമത്തെ ദിവസം 187 സിനിമകൾക്കും പ്രദർശനാനുമതി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് INP നമുക്ക് നോട്ടീസ് വന്നു. അതായത് ഈ ഫെസ്റ്റിവൽ പോലും നടക്കില്ല എന്നൊരവസ്ഥയായിരുന്നു ഫെസ്റ്റിവൽ തുടങ്ങുന്ന ഒരു ദിവസം മുമ്പുള്ള അവസ്ഥ. ഇന്ന് ഞാൻ മറ്റ് പലരുമായി ബന്ധപ്പെട്ടും ഹയർ ബ്യൂറോക്രസി ആയിട്ടും മിനിസ്റ്ററുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഡോക്ടർ ശശി തരൂർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യത്തിൽ അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കത്തിന് ശേഷമാണ് ഈ സിനിമകൾ ബാച്ച് ബൈ ബാച്ചായിട്ട് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുന്നത്. ആദ്യം ഒരു 100 സിനിമകൾ റിലീസ് ചെയ്തു, അത് കഴിഞ്ഞൊരു 20 സിനിമകൾ റിലീസ് ചെയ്തു, ഇങ്ങനെ ബാച്ച് ബൈ ബാച്ചായിട്ട് റിലീസ് ചെയ്തു. അപ്പോൾ ഒരു സിറ്റുവേഷനിലെത്തി നമുക്ക് ഒരു ഷോ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന് കാരണം നമ്മളോട് അവർ ഓറലി പറയുന്നത് ഇന്ന സിനിമകൾ ഓക്കെ പാസ്റ്റാണ്, നിങ്ങൾക്ക് കാണിക്കാം എന്ന് പറയും. പക്ഷെ റിട്ടേൺ ഓർഡർ വരുമ്പോൾ ആ ഓർഡറിൽ വ്യത്യാസമുണ്ട്. ഓറലി നമ്മളോട് പറഞ്ഞ സിനിമകൾ റിട്ടേൺ ഓർഡറിൽ ഇല്ല. അങ്ങനെ വന്ന അവസരത്തിലാണ് ഒരു ദിവസം നമുക്ക് 4 ഷോ ക്യാൻസൽ ചെയ്യുന്നത്. IFFKയിൽ ആദ്യ ദിനങ്ങളിൽ എത്താതിരുന്നതിൽ വീഴ്ചയില്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി പ്രതികരിക്കുകയാണ്. ഒപ്പം ഈ കേന്ദ്രത്തിൽ നിന്ന് സിനിമയ്ക്ക് അനുമതി നൽകിയത് സംബന്ധിച്ചും അദ്ദേഹം ഇപ്പോൾ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.